വാർത്തകൾ വിശദമായി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട് ചേരമ്പാടിയിൽ കുഴിച്ചിട്ട സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം എത്തിച്ചത്. DNA പരിശോധന നടത്തും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഗുഡ് മോർണിംഗ്. കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട് ചേരമ്പാടിയിൽ കുഴിച്ചിട്ട സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകമാണ് ഈ നടന്നിരുന്നത്. അതിലാണ് ഇപ്പോൾ ചുരുളഴിക്കുകയും പോലീസ് നടത്തിയ ഒരു ശക്തമായ തന്ത്രപരമായ ഒരു അന്വേഷണത്തിലൂടെയാണ് അത് ചുരുളഴിച്ചത്. ഒരുപക്ഷെ ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഈ ഹേമചന്ദ്രന്റെ കൊലപാതകം എന്നുള്ളത്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണാതാവുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം മിസ്സിംഗ് പരാതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ഇദ്ദേഹത്തിന്റെ മിസ്സിംഗ് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരുന്നതിനിടെയാണ് അതിൽ തന്നെ ഈ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഇയാളുടെ 2 പരിചയക്കാർ അവർ പോലീസിനോട് ഇങ്ങോട്ടേക്ക് കുറ്റസമ്മതം നടത്തുകയാണ്. തങ്ങൾ ഈ ഹേമചന്ദ്രനെ കൊന്നു എന്ന രീതിയിൽ അവർ കുറ്റസമ്മതം നടത്തുകയും അത് പോലീസ് കൃത്യമായി ആ മൊഴി പരിശോധിക്കുകയും ചെയ്തതോടുകൂടിയാണ് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ചേരമ്പാടി വനത്തിനുള്ളിൽ ഈ ഹേമചന്ദ്രന്റെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ തമിഴ്നാട് പോലീസിന്റെ കൂടി കേരള തമിഴ്നാട് പോലീസുകൾ സംയുക്തമായി അവിടെ ഇന്നലെ പരിശോധന നടത്തുകയും അങ്ങനെയാണ് സുൽത്താൻ ബത്തേരി ഹേമചന്ദ്രൻ കൊലപാതകം വലിയൊരു ചുരുളഴിയുന്നത്. മൃതദേഹം കണ്ടെത്തുകയും പിന്നീട് ഊട്ടിയിൽ നിന്ന് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയോടെ ആ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. കാരണം ഈ മൃതദേഹത്തിന്റെ DNA സാമ്പിളുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. പരിശോധനാ ഫലം കൂടി പുറത്തു വന്ന ഇത് ഹേമചന്ദ്രനാണ് ആ മൃതദേഹം എന്ന് ഹേമചന്ദ്രന്റേതാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ തീർച്ചയായും അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് നീങ്ങുക. നിലവിൽ ഇതിൽ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരാൾ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ്. അയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അത്തരമൊരു നീക്കത്തിലേക്കാണ് ഇത്. കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. അതിന് തീർച്ചയായും റിയാസ്, ഇനി DNA പരിശോധന നടത്തും. മറ്റെന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്? അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്? നിലവിൽ 2 പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അത് ആ കുറ്റസമ്മതം നടത്തിയ ആളുകൾ തന്നെയാണ്. ഹേമചന്ദ്രനെ തങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വ്യക്തമാക്കിയ ആളുകൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനെല്ലാം കൃത്യമായി കരുനീക്കം നടത്തിയ ഒരാൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. അയാളെ ഈ നാട്ടിലേക്ക് എത്തിക്കണം. 2024 തന്നെ ഇയാളെ കാണാതായ അതേ മാസം തന്നെ ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ഹേമചന്ദ്രന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെയും മുറിവേറ്റതിന്റെയും പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഇത് ഹേമചന്ദ്രനാണോ എന്ന് വ്യക്തമാകാനുള്ള ഒരു DNA പരിശോധനയാണ് അനിവാര്യം. ആ DNA സാമ്പിളുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം പുറത്തു വരണം. അതുവരെ ആ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കും. അത് കഴിഞ്ഞായിരിക്കും ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതിനുശേഷം സ്വദേശമായ വയനാട് സുൽത്താൻ ബത്തേരിയിലേക്കോ അല്ലെങ്കിൽ പിന്നീട് സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത്. അത് സംബന്ധിച്ച് ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിൽ കൂടിയും ഇത് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകണമെങ്കിൽ ഈ DNA പരിശോധന ഫലം പുറത്തു വരണം. അതിനുശേഷം ഇത് ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ. അതിര. ശരി റിയാസ്, കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട് ചേരമ്പാടിയിൽ കുഴിച്ചിട്ട സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം എത്തിച്ചത്. DNA പരിശോധന നടത്തും.